സജികുമാർ ചേരുന്നു. സജികുമാർ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണല്ലോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇത് എന്താണ് തമിഴകത്ത് സംഭവിക്കുന്നത്? DMK-യുടെ പ്രതിഷേധം എങ്ങനെ? സജിത്, തീർച്ചയായും അതായത് ഇന്നലെ ഇത് വിവാദ പരാമർശം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് വനിതാ വിഭാഗം TVK-യുടെ വനിതാ വിഭാഗം നൽകിയ പരാതിയെ തുടർന്ന് തഞ്ചാവൂർ പോലീസ് കേസെടുക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഉദയനിധിയുടെ നീലാങ്കരയിലെ വീട്ടിന് മുന്നിൽ പോലീസ് സന്നാഹം വളഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് DMK പ്രവർത്തകരുടെ വൻ പ്രതിഷേധം ഉണ്ടാകുന്ന അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും DMK-യുടെ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അന്വേഷണത്തിനായി കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് റിമാൻഡിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ്. കോടതിയെ സമീപിച്ചിരുന്നു. DMK-യുടെ தொடர்ந்து எதிர்கட்சி எம்எல்ஏக்கள் அதே மாதிரி இப்ப எதிர்கட்சி தலைவர் கைது சார் எதிர்கட்சி எம்எல்ஏ கைது BV വിനോദ് കൂടി നമുക്കൊപ്പം. വിനോദ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണല്ലോ. പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു വിവാദ പരാമർശത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയായിരിക്കാം നീക്കം. കോടതിയുടെ ഇടപെടലടക്കം ഉണ്ടായേക്കാം. എന്താണ് തമിഴക രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രതിഫലനം? വിജയുടെ മുഖ്യമന്ത്രിയുടെ നീക്കം എങ്ങനെയാണ്? മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം എന്താണ് തമിഴകത്ത് സംഭവിക്കുന്നത്? ഇതൊരു ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റിൽ കലാശിച്ചിരിക്കുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ഇതിനിടയിൽ ചില സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ DK ശിവകുമാർ അതിന് തയ്യാറായില്ല. വിജയുടെ ജനനായകൻ സിനിമ ഉൾപ്പെടെ കർണാടകയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഉദയനിധിയുടെ പ്രസംഗമുണ്ടായത്. തൃഷയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു. അത് വിജയെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ പരാമർശങ്ങൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. 12 വരെ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. പോലീസിൻ്റെ തന്നെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ട്. DMK പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഇത് വലിയ രാഷ്ട്രീയ കോളിളങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യവും ഉറപ്പാണ്. കാരണം വിജയ് സർക്കാർ വന്നത് മുതൽ തന്നെ DMK TVK ഏറ്റുമുട്ടൽ അതിശക്തമായി നടന്നിരുന്നു. പലപ്പോഴും സഭയ്ക്കകത്തും പുറത്തുമൊക്കെ, തമിഴ്നാട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വാക്പോര് നടന്നിരുന്നു. സ്റ്റാലിനെയും ഉദയനിധിയെയും ഒക്കെ വലിയ തോതിൽ ആക്രമിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് ഇടയ്ക്ക് വിജയുടെ ഭാഗത്ത് നിന്ന് സ്റ്റാലിനോട് ബഹുമാനമുണ്ട് എന്ന ഒരു പരാമർശമുണ്ടായി. എന്നാൽ ഉദയനിധിയെ അതിശക്തമായി നേരിടുന്ന നിലയിൽ തന്നെയായിരുന്നു വിജയുടെ പല പ്രസംഗങ്ങളും. ഈ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും ഒക്കെ തണലിൽ വളർന്നു വന്ന നേതാവ് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആക്ഷേപം പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിഹാസങ്ങൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. ഒരുപക്ഷെ വിജയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭാര്യ സംഗീതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള തർക്കങ്ങൾ, ഈ വിവാഹമോചനം അല്ലെങ്കിൽ ജീവനാംശ കേസ്, പിന്നീട് അതിൻ്റെ ഒത്തുതീർപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ തോതിൽ ചർച്ചയായിരുന്നു. അവിടെയാണ് തൃഷയുടെ ഇടപെടലുണ്ടായത്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു തൃഷ. വിജയ് 2 മണ്ഡലം, പെരമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച് ഒരു മണ്ഡലം, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ഉൾപ്പെടെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ഒരു മണ്ഡലം ഒഴിയുമ്പോൾ അവിടെ തൃഷ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നടപടിയാണ് പിന്നീട് ഉണ്ടായത്. ഏതായിരുന്നാലും തൃഷയുമായി ചേർത്ത് വെച്ചുള്ള ഒരുപാട് കഥകൾ, അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ വിജയ് നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് DMK-യുടെ ഭാഗത്ത് നിന്ന് അത് ഒരു പരിധി വിട്ട് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവിടെയാണ് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും TVK സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അറസ്റ്റാണ്. ഒരു ചരിത്രം കൂടി ഇവിടെ ഓർത്തു പോവുകയാണ്. 2001 കരുണാനിധിയെ ജയലളിതയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ മനസ്സിലേക്ക് വരികയാണ്. സജിത്ത്, ഇങ്ങനെ ഉദയനിധിയുടെ മുത്തശ്ശനെ
അച്ഛനെ ഇങ്ങനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചെന്നൈയിൽ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചതിൽ അഴിമതി ആരോപിക്കുകയും അതിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടാകുകയും അങ്ങനെ കരുണാനിധിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും കാലങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ സ്റ്റാലിൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നു. വീണ്ടും ഒരു മുഖ്യമന്ത്രി അവരുടെ വീട്ടിൽ നിന്നുള്ള ഒരു അംഗത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. DMKയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇനി കോടതി നടപടിയിലേക്ക് കാര്യങ്ങൾ നടക്കും എന്ന കാര്യം ഉറപ്പാണ്. ഉദയനിധിയുമായുള്ള പോലീസ് വാഹനം നീങ്ങുമ്പോൾ DMK പ്രവർത്തകർ തടസ്സപ്പെടുത്തുന്നുണ്ട്. നാടകീയ സംഭവങ്ങളാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈ അറസ്റ്റ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോടതി നിർദ്ദേശം മറികടന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നീലങ്കരിയിലെ വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ്. രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ സന്നാഹവുമായി നീലങ്കരിയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഉദയനിധിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ പ്രതിഷേധം. ഇപ്പോൾ വാഹനം തടയുന്നതടക്കമുള്ള നടപടിയിലേക്ക് DMK പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. എന്ത് പ്രത്യാഘാതവും താൻ നേരിടും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിൽ ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ പ്രതികരണം കൂടി ലഭ്യമാവുന്നുണ്ട്. അതിൽ താൻ എന്ത് പ്രത്യാഘാതം കൂടി നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സജയകുമാർ തുടരുന്നു. സജയകുമാർ, തമിഴക രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ നീക്കം ആർക്ക് ഗുണം ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. വിഷയം കാവേരിയാണ്. കാവേരി വിഷയം എന്നത് തമിഴകത്ത് വളരെ വൈകാരികമായ നീക്കം ഉണ്ടാകുന്നത് കൂടിയാണ്. ഒരുപക്ഷെ പരാമർശങ്ങളിലെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയ സാധ്യതയാക്കാൻ DMK ശ്രമിക്കുമോ? എന്താണ് അവിടെ നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ? സജിത്ത്, തീർച്ചയായും. അതായത് അറസ്റ്റിനെ തുടർന്ന് പോലീസ് വാഹനത്തിൽ നിന്ന് ഉദയനിധി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതായത് ദ്വയാർത്ഥ പ്രയോഗത്തെക്കുറിച്ച് വ്യാജ വാർത്ത കെട്ടിച്ചമച്ച് ഒരു കള്ളക്കേസ് ജാമ്യത്തിൽ പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിൽ വകുപ്പുകൾ ചുമത്തി കള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടികൾ നടന്നു വരുന്നു. വാഹനം പോകുമ്പോൾ അതിന് പുറകെ മുമ്പിലുമായി DMKയുടെ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ട് സമരത്തിലും ഏർപ്പെടുന്നു. ഈ ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ നിയമസഭ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ മേഘദാതു പ്രശ്നം ഉദയനിധി ഒരു വലിയ പ്രശ്നമായി കൊണ്ടുവരും എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് നിയമസഭയിൽ ഉദയനിധിയുടെ പ്രാതിനിധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണപക്ഷമായ TVKയുടെ ഒരു രാഷ്ട്രീയ നടപടി എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. ഇപ്പോൾ തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ഈ അറസ്റ്റും ഇതിനെ തുടർന്നുള്ള സംഭവങ്ങളും മേഘദാതു പ്രശ്നവും കൂടുതൽ വിഷയമാക്കി DMK വലിയ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അറസ്റ്റ് നടപടിയുമായി പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ഉദയനിധിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇനി ഉച്ചയ്ക്ക് ശേഷം അഭിഭാഷക സംഘം DMKയുടെ അഭിഭാഷക സംഘം ചെന്നൈ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നായിരിക്കും ഉദയനിധി ഇന്ന് റിമാൻഡ് ചെയ്യപ്പെടുമോ അല്ല ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തു വരുമോ എന്നത് കൂടി അറിയാൻ സാധിക്കും. ഇപ്പോൾ ചെന്നൈയിലും അതേപോലെ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ പ്രതിഷേധ സമരങ്ങളിലും ഏർപ്പെട്ടു വരുന്നു. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തമിഴകത്തിൽ ജലപ്രശ്നങ്ങൾ വളരെ വൈകാരികമായ പ്രശ്നമാണ്. കർണാടകയും തമിഴ്നാടുമായി വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നതാണ് കാവേരി ജല തർക്കം. ഇതിന് പുറമെ ഈ വിവാദം കൂടി ഈ പശ്ചാത്തലത്തിൽ ഉയരുമ്പോൾ താൻ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാണ് ഈ നീക്കമുണ്ടായത് എന്ന വാദമൊക്കെ ഉയർത്താൻ ഒരുപക്ഷെ DMKയും ഉദയനിധി സ്റ്റാലിനും ഒക്കെ ശ്രമിച്ചേക്കാം. ഇത് തമിഴകത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ തുടർ നീക്കങ്ങളുടെ സാധ്യത എങ്ങനെയാണ് ഉണ്ടാവുക വിനോദ്? തീർച്ചയായും തമിഴ്നാട്ടിൽ വലിയ കോലാഹലമുണ്ടാക്കുന്ന വലിയ സംഘർഷത്തിനൊക്കെ വഴിവെക്കുന്ന തരത്തിലുള്ള അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇത് തീർച്ചയായും സഹിത്ത് DMKയെ സംബന്ധിച്ച് അവരുടെ അണികളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ തെരുവിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. DMK പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഈ പോലീസ് വാഹനം തടയുന്ന നിലയിലേക്ക് അവരുടെ നടപടി ഉണ്ടായിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിനുമായുള്ള വാഹനം ഇപ്പോൾ പോലീസ് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. സഹിത്ത് വകുപ്പ് 196 മതം, വംശം, ജന്മസ്ഥലം, താമസം, ഭാഷ, ജാതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയോ വിദ്വേഷമോ വളർത്താൻ ശ്രമിക്കുക. ഇതിനുള്ള ശിക്ഷ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വകുപ്പ് 192 ലഹള ഉണ്ടാക്കാനുള്ള ശ്രമം, പ്രകോപനമുണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ പ്രകോപനമുണ്ടാക്കുക, ഇതിന് 1 വർഷം വരെ തടവ് ലഭിക്കാം. വകുപ്പ് 352
ഇതിൻ്റെ കുറ്റം പൊതുസമാധാനം തകർക്കാനുള്ള നീക്കമാണ്. അത് പഴയ IPC 504 ആ വകുപ്പിന് തുല്യമായ വകുപ്പാണ്. നമ്മുടെ പുതിയ BNS ഉൾപ്പെടുന്ന വകുപ്പാണ്. ഇതിൽ 2 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. വകുപ്പ് 79. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ എടുത്തു പറയേണ്ടത്. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ വാക്കുകൾ പറയുക, ശബ്ദങ്ങളോ ആംഗ്യങ്ങളോ കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക. നമ്മുടെ പഴയ IPC 509 തുല്യമായ വകുപ്പാണിത്. അതോടൊപ്പം തന്നെ വകുപ്പ് 296B പൊതുസ്ഥലത്തോ അതിനടുത്തോ വെച്ച് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ അശ്ലീലമായ പദങ്ങൾ പ്രയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളോ അംഗവിക്ഷേപമോ ഒക്കെ ഉണ്ടാകുക. ഇതിന് 3 മാസം വരെ തടവ് ലഭിക്കും. വകുപ്പ് 61 നിയമവിരുദ്ധമായ കാര്യം ചെയ്യുന്നതിനായി 2 അതിലധികമോ ഉള്ള ആളുകൾ ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തുക, അങ്ങനെ ഒരു കാര്യം. ഇതെല്ലാം തന്നെയാണ് ഈ വകുപ്പിൻ്റെ ഭാഗമായി വരുന്നത്. വകുപ്പ് 351(2) അതിൽ ഒരാളെ ഭയപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അയാൾ നിയമപരമായി ചെയ്യാൻ ബാധ്യസ്ഥനല്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനോ വേണ്ടി അയാളുടെ ശരീരത്തിനോ പ്രശസ്തിക്കോ സ്വത്തിനോ ഹാനി വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക. അതായത് മുഖ്യമന്ത്രി വിജയെ ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തി എന്ന വകുപ്പ് തന്നെയാണ് ഈ ഒരു നടപടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ വകുപ്പ് കൊണ്ടുവരുന്നത് വഴി അങ്ങനെ ഒരു നീക്കം പോലീസ് നടത്തുന്നത്. സൈത്ത്, യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട നീക്കം. എന്തായാലും താൻ ആർക്കെതിരെയും ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ.